സംസ്ഥാനത്തെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾ SIR പ്രായോഗികമല്ലെന്ന് BJP ഒഴികെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തടസ്സമാകുമെന്നും SIRനെ നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിയെന്നും CPM പ്രതിനിധി M. വിജയകുമാർ പറഞ്ഞു. BLOമാർക്കൊന്നും അറിയില്ലെന്നും കൃത്യമായ ട്രെയിനിംഗ് ലഭിച്ചില്ലെന്നും കോൺഗ്രസിന്റെ MK റഹ്മാൻ പ്രതികരിച്ചു. അടിയന്തരമായി പ്രവാസി സംഘടനകളുടെ യോഗം വിളിക്കണമെന്ന് മുസ്ലിം ലീഗിലെ മുഹമ്മദ് ഷാ ആവശ്യപ്പെട്ടു. പ്രവാസികൾക്കായി പ്രത്യേക കോൾ സെന്റർ ഒരുക്കുമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ മറുപടി നൽകി. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതിൽ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഈ ഫോം എങ്ങനെ ഫിൽ ചെയ്യണം എന്നുള്ള ഒരു ചെറിയ വീഡിയോ അടക്കം നമ്മൾ ചെയ്തിട്ട് ഇന്ന് നമ്മൾ റിലീസ് ചെയ്യാം. പിന്നെ ആൾക്കാർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ നമ്മുടെ നിലവിലുള്ള ഒരു കോൾ സെൻറ്റർ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വന്നിട്ടുള്ള നിർദ്ദേശം അനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഓവർസീസ് എലക്ടേഴ്സിന് വേണ്ടിയിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കോൾ സെൻറ്റർ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വെക്കാം. ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും. പിന്നെ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടാവും അവരുടെ ചോദ്യങ്ങൾ മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ലോക്കൽ ബോഡി ഇലക്ഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ അതിന് തടസ്സമാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ. ഇതിലൊരു കാര്യം തീരുമാനിക്കേണ്ടി വരും. ഒന്നുകിൽ ഇത് മാറ്റിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ മാറ്റിവെക്കേണ്ടി വരും. ഇതിലേതാണ് പ്രായോഗികമെന്ന് ഇവിടെ ആലോചിക്കണം. ഇലക്ഷൻ കമ്മീഷൻ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഓവർസീസ് വോട്ടേഴ്സിൻ്റെ വിവരങ്ങൾ നൽകാനുള്ള സൈറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. ഈ ഓവർസീസ് വോട്ടർമാർ വിവരങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് എപ്പിക് കാർഡില്ല, അവർക്ക് എപ്പിക് നമ്പറുമില്ല. അപ്പോൾ അവർ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറാണോ കൊടുക്കേണ്ടത്, അത് അവരുടെ പാസ്പോർട്ട് നമ്പറാണോ എന്നുള്ള വിവരവും കൂടി. അപ്പോൾ അത്തരം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഇവിടെ കിട്ടണം. അവരുടെ 2002 ഇലക്ടർ റോഡ് നോക്കുമ്പോൾ ഇത് കാണുന്നില്ല. അവരവിടുന്ന് ആരെ വിളിക്കണം, അവരെങ്ങനെ കോൺടാക്ട് ചെയ്യും, അവരൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു വാട്സപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് കൊടുത്താൽ അപ്പോൾ തന്നെ നിങ്ങളുടെ നമ്പർ ഡീറ്റെയിൽസ് കൊടുത്താൽ തിരിച്ച് കിട്ടുന്ന ഒരു പരിവ് ഉണ്ടാകണം. പിന്നെ അവരുടെ ഒരു ആപ്ലിക്കേഷൻ എന്യൂമറേഷൻ വന്നിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ ഒരു സംവിധാനം വേണം. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, SIRലെ ആശങ്കകൾ ചർച്ച ചെയ്യുക, പരിഹരിക്കുക, അതിനുവേണ്ടിയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗം വിളിച്ചു ചേർത്തത്. എന്നാൽ ഇന്നത്തെ യോഗത്തിൽ വ്യാപക പരാതികളാണ് ഉയർന്നു വന്നത്. ദിവ്യ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ വിളിച്ചുയർത്ത യോഗത്തിൽ, രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ BJP ഒഴികെയുള്ള മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും വലിയ ആശങ്കയും അതിനെതിരായിട്ടുള്ള കാര്യങ്ങളുമാണ് അറിയിച്ചത്. ഇതിനകത്ത് സ്വാഭാവികമായിട്ടും നേരത്തെ മുതൽ തന്നെ CPMഉം CPIയും UDFും ഒക്കെ ഉയർത്തുന്ന അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും അവർ ആവർത്തിക്കുകയാണ് ചെയ്തത്. കോൺഗ്രസിൽ നിന്ന് ആദ്യം സംസാരിച്ച MK റഹ്മാൻ പറഞ്ഞത് അന്തൻ ആനയെ കണ്ടതുപോലെയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BLOമാർ നടത്തി വരുന്നത്. BLOമാർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. BLOമാർക്ക് പോലും ഇതിനെക്കുറിച്ച് അറിയാതെ എങ്ങനെ ഇത് നടപ്പിലാക്കും എന്നുള്ള ആശങ്ക കോൺഗ്രസ് പ്രതിനിധി ഉന്നയിച്ചു. രണ്ടാമത് സംസാരിച്ച CPM പ്രതിനിധി M. വിജയകുമാർ പറഞ്ഞത് ഒന്നുകിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം, അതല്ല എങ്കിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മാറ്റിവെക്കണം. രണ്ടും ഒരേ രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നത് പ്രായോഗികമല്ല. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാറ്റിവെക്കണം എന്നുള്ള കാര്യമാണ് CPM പ്രതിനിധി ആവശ്യപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായിട്ടും അദ്ദേഹം ചീഫ് ഇലക്ടറൽ ഓഫീസറെ അറിയിക്കുകയും ചെയ്തു. CPI പ്രതിനിധി സത്യൻ മൊകേരി പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം ചീഫ് ഇലക്ടറൽ ഓഫീസർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എങ്ങനെ സഹായം നൽകും എന്നുള്ളതായിരുന്നു CPI പ്രതിനിധിയുടെ ചോദ്യം. മുസ്ലിം ലീഗിലും സംസാരിച്ച മുഹമ്മദ് ഷാ പറഞ്ഞത് ഇതിനകത്ത് വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്നത് പ്രവാസികൾക്കാണ്. പ്രവാസികളായിട്ടുള്ള ആളുകൾ, രാജ്യത്തിന്റെ ഏതാണ്ട് 45 ലക്ഷത്തിലധികം ആളുകൾ കേരളത്തിൽ നിന്ന് പല രാജ്യങ്ങളിലായിട്ടുണ്ട്. അപ്പോൾ അവർ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് വലിയ തരത്തിൽ ആശങ്കയുണ്ട്. അതെങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് ചോദിച്ചത്. അടിയന്തരമായിട്ട് പ്രവാസികളുടെ ഒരു യോഗം വിളിക്കണം, പ്രവാസി സംഘടനകളുടെ യോഗം വിളിച്ചുകൊണ്ട് അവർക്കുണ്ടായിട്ടുള്ള ആശങ്ക പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തണം എന്നുള്ള ആവശ്യമാണ് മുസ്ലിം ലീഗ് പ്രതിനിധി മുഹമ്മദ് ഷാ ആവശ്യപ്പെട്ടത്. അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായി യോഗം വിളിക്കണം, അതോടൊപ്പം തന്നെ ഒരു കോൾ സെന്റർ സ്ഥാപിക്കുമെന്നുള്ള മറുപടി കൂടി ഇതിനകത്ത് ഈ പ്രവാസികളുടെ ആശങ്ക പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു കേൽക്കർ പറയുകയും ചെയ്തു. നോർക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യോഗം വിളിക്കാനുള്ള ഇടപെടലുകൾ നടത്താം, അതോടൊപ്പം തന്നെ പ്രവാസികൾക്ക് അവരുടെ ആശങ്കകൾ പരിഹരിക്കാനുള്ള ഇടപെടലുകൾ ഒട്ടും കാലതാമസം കൂടാതെ ചെയ്യാം എന്നുള്ള ഉറപ്പ് കൂടി ചീഫ് ഇലക്ടറൽ ഓഫീസർ നൽകുകയും ചെയ്തു.